Hello guys, welcome back to my YouTube channel, Bacalvo. Feel the heat, the flames arise in this kitchen where flavors surprise. Chop the garlic, dance with the zest. Bacalvo's magic, it's time for the quest. Oh, let the fire blaze, the dishes ignite. Cooking with passion, it feels so Bacalvo. right. Stirring up love in every pot and pan. Bacalvo vibes, come join the clan. അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ബീഫിൻ്റെ സ്റ്റീക്കാണ്. അതിൻ്റെ പേര് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഗ്യു ബീഫ് സ്റ്റീക്ക്. അപ്പോൾ പടയ്ക്കല്ലേ പാറ്റന്നെ വേടാ. വാഗ്യു എന്നത് ജപ്പാനിൽ നിന്നുള്ള ഒരു പ്രത്യേക തരം ബീഫിനമാണ്. വാ എന്നത് ജാപ്പനീസ് എന്നും ഗ്യു എന്നത് പശു എന്നും അർത്ഥം. അതായത് ജാപ്പനീസ് പശു എന്നതാണ് വാഗ്യുവിൻ്റെ അർത്ഥം. വാഗ്യു ബീഫ് ലോകത്ത് ഇത്ര പ്രശസ്തമാവാൻ കാരണം എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ മാംസത്തിൽ കാണുന്ന അതിശയകരമായ മാർബിളിംഗ് ആണ്. അഥവാ മാംസത്തിൻ്റെ ഉള്ളിൽ കൊഴുപ്പ് ഒരുപോലെ വിതറിയിരിക്കുന്നു. ഇതാണ് വാഗ്യുവിന് അതിൻ്റെ സോഫ്റ്റ് ജ്യൂസി ബട്ടറി ടെക്സ്ചർ നൽകുന്നത്. ഇത്രയും കൊഴുപ്പ് നിറഞ്ഞിട്ടും വാഗ്യു മാംസത്തിൽ ഹെൽത്തി ഫാറ്റ്സ് ആയ ഒമേഗ 3, ഒമേഗ 6 ഫാറ്റി ആസിഡ് കൂടുതലായി കാണപ്പെടുന്നു. ചരിത്രപരമായി നോക്കുമ്പോൾ വാഗ്യു പശുക്കളെ ജപ്പാനിൽ വളരെ ശ്രദ്ധയോടെ വളർത്തിയിരുന്നതാണ്. അവയ്ക്ക് പ്രത്യേക ഭക്ഷണം കൊടുക്കുകയും ചില ഫാമുകളിൽ സംഗീതം കേൾപ്പിക്കുകയും മസാജ് ചെയ്യുകയും ചെയ്തിരുന്നതായും പറയപ്പെടുന്നു. ഇതെല്ലാം പശുവിൻ്റെ മാനസിക അവസ്ഥയും മാംസത്തിൻ്റെ ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നതാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ വാഗ്യു ബീഫ് ലോകത്തെ ഏറ്റവും വില കൂടിയ മാംസങ്ങളിൽ ഒന്നാണ്. പ്രത്യേകിച്ച് കോംബെ ബീഫ് എന്നത് വാഗ്യുവിൻ്റെ ഏറ്റവും പ്രീമിയം രൂപമാണ്. അതിൻ്റെ രുചിയും ടെൻഡർനെസ്സും ബട്ടറി ഫ്ലേവറും ലോകമെമ്പാടുമുള്ള ഫുഡ് പ്രേമികൾക്ക് ഒരു ലക്ഷറി ഡൈനിങ് എക്സ്പീരിയൻസ് ആയി മാറിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ഈ അത്ഭുതകരമായ വാഗ്യു ബീഫ് സ്റ്റേക്ക് തയ്യാറാക്കാം. പുറത്ത് ക്രിസ്പി ക്രഞ്ച്, ഉള്ളിൽ മെൽറ്റ് ഇൻ മൗത്ത് ടെൻഡർനെസ്. ഇതാണ് വാഗ്യുവിൻ്റെ മാജിക്. അപ്പോൾ നമ്മുടെ സ്റ്റീക്ക് കൂട്ടിൻ്റെ പീസ് കണ്ട, ഇതിങ്ങനെ ഒരു ബോക്സിലാണ് വരുന്നത്. അപ്പോൾ ഇത് വേൾഡിലത്തെ മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ബീഫിൻ്റെ സ്റ്റീക്കാണ്. വാഗ്യു ബീഫ് സ്റ്റീക്ക് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഇവനൊന്ന് ആദ്യം അൺബോക്സ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഗൈസ് ഇതിലിവർ എഴുതിയിട്ടുണ്ട് സ്പെഷ്യലി സെലക്റ്റഡ് വാഗ്യു സ്റ്റീക്ക്. അപ്പോൾ ഇത് മെച്ചുവേർഡ് ഫോർ 14 days ആണ്. അപ്പോൾ 14 ദിവസം പഴക്കമുള്ള സ്റ്റീക്കാണിത്. അപ്പോൾ നിങ്ങൾക്കറിയാലോ ഇതിൻ്റെ പഴക്കനുസരിച്ചാണ് ഇതിൻ്റെ പ്രൈസ് വരിക. അപ്പോൾ പിന്നെ നമുക്കിതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട് ബ്രിട്ടീഷ് വാഗ്യു. ഇതപ്പോൾ ഇതിലവർ കണ്ട, ഇതിൽ പെർഫെക്റ്റ് സ്റ്റീക്ക് ഇൻ ഓൾ ഇൻ ദ പ്രിപ്പറേഷൻ. കറക്റ്റായിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതും എത്ര മിനിറ്റ് റെസ്റ്റ് ചെയ്യണമെന്നും എത്ര ടൈം കുക്ക് ചെയ്യണമെന്നും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. അതേപോലെ ടിപ്പ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസുകളെല്ലാം ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൽ നിങ്ങൾ കണ്ടോ ടിപ്പിക്കൽ വാഗ്യു ബീഫ് മാർബിളിംഗ് സ്കോർ. ഈ മാർബിളിംഗ് സ്കോർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലത്തെ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കി കാണാം. ഇത് മാർബിൾ തോറ്റുപോകും, അതുപോലത്തെ ഭംഗിയാണ് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ഫാറ്റുള്ള സൈഡ് കണ്ടോ, ഇപ്പോൾ ആ വൈറ്റ് കളർ ഉള്ളിൽ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവനെ തരംതിരിക്കും. 1 to 3, 4 to 5, 6 to 7, 8 to 9 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ സ്റ്റീക്ക് വരുന്നത് 4 to 7 ആണ്. അതാണ് ഇവിടെ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് കണ്ടോ. 4 to 7 ഇൻഡിക്കേറ്റ്സ് എക്സെപ്ഷണൽ ക്വാളിറ്റി ആൻഡ് ടെൻഡർനെസ്. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് കണ്ടോ. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഇവനെ ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. കണ്ടോ. ഓ, ഇങ്ങനെയാണ് സാധനം വരണം കേട്ടോ. നമുക്ക് ഇവനെ ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, സ്റ്റീക്ക് പീസിൻ്റെ ഉള്ളിലത്തെ കളർ കണ്ട, എന്ത് ബ്യൂട്ടിഫുൾ അല്ല കാണാൻ. ഇതിൻ്റെ ഉള്ളിലത്തെ ഫാറ്റ് കണ്ട, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവൻ്റെ വില ഇവരിടണം കേട്ടോ. അടിപൊളി അല്ലേ. അപ്പോൾ ഞാനിവിടെ 2 സ്റ്റീക്ക് പീസ് എടുത്തത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരെണ്ണം കുക്ക് ചെയ്യണത് റയറായിട്ടും അതേപോലെ മറ്റൊരെണ്ണം കുക്ക് ചെയ്യണത് മീഡിയം റയറായിട്ടാണ്. അപ്പോൾ റയറിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ സൈഡും
2 മിനിറ്റ് കുക്ക് ചെയ്യും. അതേപോലെ മീഡിയം റയറിനായിട്ട് 2 സൈഡും 3 മിനിറ്റ് കുക്ക് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇതെങ്ങനെ കുക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ പാൻ എടുക്കുന്നു. പാനിലേക്ക് കുറച്ച് ബട്ടർ അല്ലെങ്കിൽ നമ്മുടെ ഓയിലാണ്, നമ്മുടെ ഒലീവ് ഓയിൽ അങ്ങനെ ഒഴിക്കുന്നു. അതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ സ്റ്റീക്ക് ഇടുന്നു. കറക്റ്റായിട്ട് ടൈമർ വയ്ക്കുന്നു. 2 സൈഡും കുക്ക് ചെയ്യുന്നു. ആ കുക്ക് ചെയ്യണതിൻ്റെ ലാസ്റ്റ് 1 മിനിറ്റിൽ നമ്മൾ കുറച്ച് ഗാർലിക്കും നമ്മുടെ തൈമും ഇടണം. ഇത്രയുള്ള പരിപാടി, സാധനം റെഡി. പിന്നെ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കുക്ക് ചെയ്യണതിന് മുമ്പ് നമ്മൾ ഇപ്പോൾ നമ്മുടെ സ്റ്റീക്ക് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 45 മിനിറ്റ് മുമ്പ് നമ്മൾ ഇവനെ റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരണം. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് റെസ്റ്റിംഗ് ടൈം 5 to 10 മിനിറ്റ് നമ്മൾ ഇവനെ നന്നായിട്ട് റെസ്റ്റ് ചെയ്യണം. എന്നിട്ടേ ഇവനെ കട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോഴാണ് ഇവൻ നല്ല ജ്യൂസി അതേപോലെ ടെൻഡറും നല്ല മെൽറ്റിംഗ് ഇൻ ദ മൗത്തും ആയിട്ട് വരുള്ളൂ. അപ്പോൾ പേട്ടൻ്റെ പെടാ. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യം കുക്ക് ചെയ്യാൻ പോകുന്നത് ലെയർ ഇട്ടാ 2 മിനിറ്റ് ഈച്ച് സൈഡ്. അപ്പോൾ ബട്ടർ ഒന്ന് ഇതാവട്ടെ, എന്നിട്ട് നമുക്ക് ഇവന് ഇട്ട് കൊടുക്കാവേ. ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇത് 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇവനെ മറക്കാട്ടാ. ബ്യൂട്ടിഫുൾ. ലാസ്റ്റ് 1 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തൈമും നമ്മുടെ ഗാർലിക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ആയിട്ടുണ്ട്. നമുക്ക് ഇവനെ മാറ്റാം കേട്ടോ. 2 മിനിറ്റായി 2 സൈഡ് കേട്ടോ. മീഡിയം റയറാണ്, 3 മിനിറ്റ് ഈ സൈഡ് കേട്ടോ. ഇവനിടാം കേട്ടോ. അപ്പോൾ ഗൈസ്, 3 മിനിറ്റായി. നമ്മൾ നേരെ ഇവനെടുത്തിട്ട് മറച്ചിടാം കേട്ടോ. ഇപ്പോൾ ഗൈസ് ലാസ്റ്റ് മിനിറ്റ് ആയിട്ടുണ്ട്. ആ സമയത്ത് തൈമും നമ്മുടെ ഗാർലിക്കും ഇടുക കേട്ടോ. നോക്കിയാ കറക്റ്റ് 6 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് പിന്നെ എടുക്കണം ഗൈസ്. നമ്മൾ പിന്നെ എടുക്കാം കേട്ടോ. നേരെ എടുത്തു. ഗൈസ്, വാഗ്യൂ സ്റ്റീക്കിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഹിമാലയൻ റോക്ക് സോൾട്ടാണ്. സാധാരണ ഉപ്പിനേക്കാൾ ഇതിന് ഉള്ള പ്രത്യേകത എന്തെന്നാൽ ഇതിൽ സ്വാഭാവികമായിട്ട് ലഭിക്കുന്ന ധാരാളം മിനറലുകളുണ്ട്. പൊട്ടാസ്യം, മഗ്നീഷ്യം, കാൽസ്യം എന്നിവ മാംസത്തിൻ്റെ രുചി കൂടുതൽ ഉയർത്തി കാണിക്കും. അതാണ് ഇത് ഉപയോഗിക്കുക. ഈ ഉപ്പ് ഉപയോഗിക്കുന്നത് സ്റ്റീക്കിൻ്റെ ഫാറ്റിൻ്റെ റിച്ച്നെസ് കുറയ്ക്കുകയും ഒരു ക്ലീൻ മിനറൽ ടേസ്റ്റ് ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് വേൾഡ് ക്ലാസ് ഷെഫ് പോലും വാഗ്യൂ പാചകം ചെയ്യുമ്പോൾ ഹിമാലയൻ റോക്ക് സോൾട്ടാണ് ഉപയോഗിക്കുക. മുകളിൽ ഞാൻ കുറച്ച് പെപ്പറും കൂടി ഇടുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ സാധനം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ.
ഗൈസ് നമ്മുടെ റയർ മീഡിയം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ടാസ്റ്റിംഗ് ടൈമാണ്. ടാസ്റ്റിംഗ് ടൈം. അപ്പോൾ ഗൈസ് നമുക്ക് ആദ്യം നമ്മുടെ റയർ എടുത്ത് നോക്കാം കേട്ടോ. Chop it up, whip it fast, let the flames collide. Dance in the kitchen, turn the music up high. Oh, God, lighting up the night. Flames in the kitchen, everything's alright. Cooking a passion, it's a silly show. Enjoying the rhythm, let the good times flow. അപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്. എടുത്ത് നോക്കാം കേട്ടോ അവൻ്റെ അവസ്ഥ. നോക്കിയേ സെറ്റായിട്ടുണ്ടാ. ഇങ്ങനെ പൊട്ടി വരും. നോക്കിയേ ഈ ഫിഷ് നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ മാംസത്തിൻ്റെ ഒരു ഇത് കണ്ടിട്ടാ, അതുപോലെ ആയിട്ട് ബീഫ്. അങ്ങനെ ഉള്ളത് നെയ്യൊക്കെ കണ്ട, അതിൻ്റെ ഈ പീസിലൊക്കെ അതിൻ്റെ നെയ്യ് ഇരിക്കുമായിരുന്നു. അതാണ് മെൽറ്റായി വരുന്നത്. കണ്ട കളർ കണ്ട അവൻ്റെ സെറ്റ് സാധനം കേട്ടോ. ഇനി നമുക്ക് ഇവന് ഇതുപോലെ തന്നെ എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. എനിക്കിത് കാണുമ്പോൾ കഴിക്കാൻ കൊതിയാണ് ഗൈസ്. നോക്കിയേ, അയ്യോ. നമുക്ക് ലാസ്റ്റ് ടേസ്റ്റ് ചെയ്യാവേ. അല്ല നമുക്കിതിങ്ങനെ നീക്കി വെച്ചിട്ട് മറ്റവൻ എടുക്കാം അല്ലേ. ഇരിക്കട്ടെ. അപ്പോൾ ഇത് നമ്മുടെ മീഡിയം റയർ കേട്ടോ. ഇവൻ്റെ ജ്യൂസ് നമുക്ക് ലാസ്റ്റ് ഒഴിക്കാം കേട്ടോ. ഇവന്നെ ഈ സൈഡ് നമ്മൾ കട്ട് ചെയ്ത് നോക്കാം. അത് കട്ട് ചെയ്തപ്പോഴുള്ള കൺസിസ്റ്റൻസി അല്ല കേട്ടോ ഇവന്നെ കട്ട് ചെയ്യുന്നപ്പോൾ. ഇവൻ കുറച്ച് ഹാർഡ് പോലെ സാധനം നൈസായിട്ട് ഇങ്ങോട്ട് പോകുന്നത്. അവൻ മറ്റേ ജെല്ലി ബില്ലി. നോക്കിയേ റയർ മീഡിയം കണ്ട, അതിൻ്റെ ഉള്ളിലത്തെ ഫാറ്റ് നമുക്കിങ്ങനെ അധികം കാണാൻ പറ്റുന്നില്ല. അത്ര ജ്യൂസി അല്ല അവൻ റയറിൻ്റെ പോലെ. എന്നാൽ അതിൻ്റെ ഉള്ളിലുള്ള ആ കളറുകൾ പോയിട്ടുമില്ല. കണ്ട, നമുക്കത് മൊത്തം അവനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഓ നെയ്യുള്ള പീസ് കണ്ടാ. എന്നിട്ട് നമുക്ക് വേണ്ടി ജ്യൂസ് അങ്ങോട്ട് ഒഴിച്ചാലോ. അപ്പോൾ ഇതാണ് നമ്മുടെ മീഡിയത്തിൻ്റെ കേട്ടോ, റയർ മീഡിയത്തിൻ്റെ. അതേപോലെ ഇതാണ് നമ്മുടെ റയറിൻ്റെ കേട്ടോ. ഇത് രണ്ടും തമ്മിലുള്ള കൺസിസ്റ്റൻസി കണ്ട നിങ്ങൾ. ഇത് കണ്ട, ഇവ കണ്ട മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിഷിൻ്റെ പോലെ ഇങ്ങനെ പൊട്ടി പോകാൻ നിൽക്കണ പോലെ നിൽക്കണം കണ്ട കേട്ടോ. പക്ഷെ ഇവ അങ്ങനെയല്ല. ഇവൻ കുറച്ച് ഹാർഡ് വേണം. എന്നാൽ പുറത്ത് നല്ല അടിപൊളിയായിട്ട് ക്രിസ്പി ആയിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ ഉള്ളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ജ്യൂസിയാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് പിന്നെ ആദ്യം നമുക്ക് റയർ ടേസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മീഡിയം റയർ ടേസ്റ്റ് ചെയ്യാം. എങ്ങനെയുണ്ട് നോക്കാം കേട്ടോ നമുക്ക്. ഓക്കെ, വലിയ പീസ് തന്നെ എടുക്കാം കേട്ടോ. ദേ റയർ കേട്ടോ, വാഗ്യൂൻ്റെ റയർ സാധനം. നമുക്ക് ഇവനെ ഒരു പടച്ചോക്കാട്ടോ. ഒരു പ്രത്യേക കൺസിസ്റ്റൻസി ഇല്ല. ഞാൻ ആദ്യമായിട്ട് വാഗ്യൂ ബീഫ് ട്രൈ ചെയ്യണം. ഞാൻ അത് കഴിച്ചില്ല. അതിനെന്തുകൊണ്ടാണ് ഇത്ര വില എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി. എന്നിട്ട് പറയാം, മെൽറ്റ് ഇൻ ദ മൗത്തില്ലേ, അത് തന്നെ. ആ തൈമിൽ രുചിയും ഗാർലിക്കിൻ്റെ രുചിയും കയറി നിൽക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ, ഞാൻ ഈ ബട്ടറിലിട്ടിട്ട് തൈമ് തിന്നാൻ എൻ്റെ ഫേവററ്റ് സാധനമാണ്. ബട്ടറിലിട്ട് പൊരിച്ചിട്ടുള്ള തൈമ് നല്ല സാധനം.
അതേപോലെ ഈ ജാപ്പനീസ് ഫുഡിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ബീൻസ് ഉണ്ട്, എഡമാമ ബീൻസ് എന്ന് പറയും. ആ സാധനം സീ സാൾട്ട് കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല സൂപ്പറാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മീഡിയം റയർ നോക്കാം കേട്ടോ, ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചെറുതായിട്ടുള്ള റെഡ് കളറും അന്ന സൈഡിലൊക്കെ നല്ല ക്രിസ്പിയാണ് കേട്ടോ, ക്രിസ്പി ആയിട്ടാവും ഇരിക്കണം കേട്ടോ. എന്നാ നെയ്യുടെ പീസൊക്കെ നിൽക്കണേ. ഇവനെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ആക്ച്വലി ഞാൻ നന്നായിട്ട് കഴിക്കാറുള്ളത് നമ്മുടെ വെൽഡണും മീഡിയം റയറാണ്. പക്ഷേ ഞാൻ ഇന്നൊരു സത്യം മനസ്സിലാക്കി, റയറാണ് ഇതിൽ ഏറ്റവും ടേസ്റ്റ്. നമ്മൾ ആദ്യം പറയാറില്ലേ ഇത് ബ്ലഡ് വരുന്നു, ബ്ലഡ് കാണുന്നു, അയ്യോ. ആക്ച്വലി ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് നമുക്ക് ബ്ലഡിന് കളർ നൽകുന്നത് ഹീമോഗ്ലോബിനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. നമ്മൾ കുക്ക് ചെയ്തിട്ട് കാണുന്ന ഇപ്പം ഇതിലൊക്കെ കാണുന്ന ഇതേ നോക്കിയാൽ, ഇപ്പം ഇതിൽ കണ്ട ഇതിൽ ബ്ലഡ് പോലെ കാണാമല്ലേ നിങ്ങൾക്ക്. ഇത് ബ്ലഡ് അല്ല, ഇത് ഹീമോഗ്ലോബിൻ്റെ സാധനമല്ല കേട്ടോ. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മയോഗ്ലോബിനാണ്. മയോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീനാണ്, നമുക്ക് ധൈര്യമായിട്ട് തിന്നാം, അതൊരു ബ്ലഡ് അല്ല. അപ്പോൾ പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ടത് റയറാണ് കേട്ടോ, മീഡിയം റയറല്ല. അപ്പോൾ ഗൈസ് ഞാൻ നല്ല കുറച്ച് വൈൻ എടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ എൻ്റെ റിസർച്ചിലൂടെ എനിക്ക് മനസ്സിലാക്കിയത് ഈ വാഗ്യു ബീഫിൻ്റെ കൂടെ ജാപ്പനീസുകാർ വൈൻ കുടിക്കും, അതാണ് അതിൻ്റെ ഒരു സീൻസാണെന്ന് പറയണത്. നല്ല ചുമയുണ്ട്. UK എല്ലാവർക്കും ഫ്ലൂ പിടിച്ചിട്ടുണ്ട്. എൻ്റെ സൗണ്ട് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, സൗണ്ട് മാറിയിട്ടുണ്ട്, എല്ലാവർക്കും ഫ്ലൂവാ. അപ്പോൾ വൈൻ, അപ്പോൾ നമുക്ക് വൈൻ കൂട്ടി എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് നമ്മുടെ റയർ എടുത്തിട്ട് ഒരു കീച്ച്. ഓക്കെ, സൂപ്പർ സാധനം. നിങ്ങൾക്കിത് നാട്ടിൽ കിട്ടുകയാണെങ്കിൽ ട്രൈ ചെയ്യണേ, നൈസാ. ജ്യൂസൊക്കെ ഇരിക്കുന്നുണ്ടോ കഴിച്ചൂടെ? ആ നെയ്യണ്ട, നെയ്യ് എടുക്കുമ്പോൾ വരുന്നു കയ്യിലേക്ക് ഇങ്ങനെ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോസായിട്ട് ബക്കാലോ വീണ്ടും വരും. ബക്കാലോ ആ സമയത്ത് നമ്മൾ T-bone കുക്ക് ചെയ്തു. നമ്മൾ 2 സൈഡ് 3 മിനിറ്റ് വെച്ചിട്ട് ആക്കിയിട്ടുള്ളൂ. പക്ഷെ അവൻ പെർഫെക്റ്റ്ലി കുക്കായി. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടെൻഡർനെസ്, ആ സ്റ്റീക്ക് പീസിൻ്റെ ടെൻഡർനെസ് കാരണമാണ്. അപ്പോൾ സാധാരണ നമ്മൾ ബീഫിൻ്റെ ഏത് പീസ് വാങ്ങിച്ചിട്ട് അങ്ങനെ കുക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ അടിപൊളി കുയിസ്, അടിപൊളി. ടൈമൊക്കെ പൊളിച്ചല്ലോ ഇടാ. ഓക്കെ,